മൊമെൻറ്റ്സ് ആൻഡ് മെമ്മറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, ഒരു ബേബി ഷവർ ചെയ്യുക എന്നൊക്കെയുള്ളത്. ശരിക്കും പറഞ്ഞാൽ പ്ലാൻ ചെയ്യാൻ ഇരുന്നിരുന്ന ഒരു കാര്യമാണ്. ആ സമയത്താണ് ഏട്ടൻ്റെ അച്ഛൻ മരിക്കുന്നത്, ഒക്ടോബറിൽ. അപ്പോൾ അതിനുശേഷം നമ്മൾ വിചാരിച്ചു ഇനിയിപ്പം ബേബി ഷവറൊന്നും ചെയ്യണില്ല, അങ്ങനെ പൊക്കോട്ടെ, കുഴപ്പമില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. എനിക്ക് തോന്നുന്നു ഏട്ടന് അതൊരു വിഷമമായിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, എനിക്ക് ബേബി ഷവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഏട്ടൻ്റെ അച്ഛൻ്റെ മരണം ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്കൊരു ബേബി ഷവർ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനൊരു സർപ്രൈസായിട്ട് പോലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. കംപ്ലീറ്റ്ലി സർപ്രൈസ് ആയിരുന്നു അത്. സാധാരണ എന്നെ സർപ്രൈസ് ചെയ്യാനായിട്ട് ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്, എങ്ങനെയെങ്കിലുമൊക്കെ എനിക്കത് മനസ്സിലാവാറുണ്ട്. അതുകൊണ്ട് ഇവർ ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് ഏട്ടനൊക്കെ അഭിനയിച്ചു. ഏട്ടന് ആശിച്ചേച്ചിയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കിനി കുമ്പസാരിക്കണം, നിൻ്റെ അടുത്ത് നുണ പറഞ്ഞ് മതിയായി എന്ന്. കാരണം ഈ സർപ്രൈസ് അത്രയ്ക്ക് അവർ ആഗ്രഹിച്ച്, അല്ലെങ്കിൽ അത്ര സർപ്രൈസ് ആയിരിക്കണമെന്ന് വിചാരിച്ച് എല്ലാവരും ഒരേപോലെ പ്ലാൻ ചെയ്ത് തന്നൊരു ബേബി ഷവറായിരുന്നത്. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക്, എന്താ പറയുക, ഒരുപാട് നല്ല സുഹൃത്തുക്കളുള്ളത്. ഞാൻ എപ്പോഴും ഗ്രേറ്റ്ഫുള്ളാണ്. അതേപോലെ തന്നെ ഏട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് പിന്നീട് നമുക്കിനി ഇങ്ങനൊരു പ്രഗ്നൻസി അല്ലെങ്കിൽ ഇനിയൊരു കുഞ്ഞുണ്ടാകുമോ എന്നുള്ള കാര്യമൊന്നും നമുക്ക് ഉറപ്പില്ലാത്ത കാര്യമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രഗ്നൻസിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിൽ തന്നെ ചെയ്യണമല്ലോ. അപ്പം ഈ ഒരു സാധനം, ഈ ഒരു പ്രഗ്നൻസി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബേബി ഷവർ എന്നുള്ളൊരു ഒരു സംഭവമേ ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എനിക്ക് തോന്നുന്നു ഏട്ടനത് എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം. ഏട്ടന് മാത്രമല്ല, ഇപ്പോൾ ആശേച്ചിക്കും ലക്സേച്ചിക്കും എല്ലാവർക്കും, എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അതൊരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് ബേബി ഷവർ ചെയ്യണം എന്നുണ്ടായിരുന്നത്. എൻ്റെ ഒരു സന്തോഷം, അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന എനിക്ക് തരാൻ പറ്റുന്ന ചെറിയൊരു സന്തോഷം അവർ തന്നു എന്നുള്ളതാണ് ഇതിൽ മെയിനായിട്ട് പറയാനുള്ളത്. അല്ലാതെ ഇതൊരു സെലിബ്രേഷൻ എന്ന് പറയാനാവില്ല. കാരണം ഞങ്ങളുടെ അച്ഛൻ്റെ ആ ഒരു മരണം കാരണം ഞങ്ങൾക്കത് സെലിബ്രേഷനായിട്ട് കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ അതൊരു സന്തോഷമാണ്. അങ്ങനെ ഒരു മൊമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് തന്ന എല്ലാവർക്കും, ഏട്ടനും എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. വെറുതെ ഒരു നന്ദി പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. പലരോടും ഒരുപാട് കടപ്പാടുണ്ട്. നമ്മുടെ ഉയർച്ചയിലും താഴ്ചയിലും എല്ലാം കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങളുടെ സുഹൃത്തുക്കൾ. അപ്പം അവരോടൊന്നും തീരാത്ത എന്താ പറയുക, നന്ദിയും സ്നേഹവും ഉണ്ട്. അതിങ്ങനെ വാക്കുകളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ എപ്പോഴും സ്ട്രോങ് ആയിട്ട് എൻ്റെ കൂടെ നിൽക്കുന്ന ഏട്ടനും ഒരുപാട് താങ്ക് യു. സാധാരണ ഒരു ദിവസം പോലെ പോകുമായിരുന്നു. അന്നൊരു സൺഡേ ആയിരുന്നു. സാധാരണ ഒരു ദിവസം പോലെ പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ റെസ്റ്റ് എടുത്ത്. കാരണം അന്ന് സൺഡേ, ഞാൻ ആ സൺഡേ കഴിഞ്ഞുള്ള ആ തേഴ്സ്ഡേ ആണ് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം 4 ദിവസം കൂടെ ഉള്ളൂ. ആ 4 ദിവസം കൂടെ വീട്ടിൽ റെസ്റ്റൊക്കെ എടുത്ത് വെറുതെ ഇരിക്കാം എന്നുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ പരിപാടികളൊന്നും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ആ വീക്കെൻഡും കഴിഞ്ഞു. അതായത് സൺഡേ ഉച്ചയാകുമ്പോഴാണ് ആശ്രയിച്ച് വിളിച്ചിട്ട്, എടി എനിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കാൻ പോകണം, നീ വരുന്നോ, നമുക്ക് പോകാം. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ വേറെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ, വെറുതെ പ്രീതിയോട് ലക്സേച്ചിയോടൊക്കെ ചോദിച്ചു നോക്കൂ, വരുവാണെങ്കിൽ വരട്ടെ, അവർ ഫ്രീ ആണെങ്കിൽ വരട്ടെ എന്നിങ്ങനെ പറയുകയും ചെയ്തു. ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് നുണ പറയുകയാണ്. ഏട്ടനൊക്കെ തകർത്ത അഭിനയമാണ്. എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ ആശ്രയിച്ച് വിളിച്ചതല്ലേ, നമുക്ക് ഏതായാലും പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടാണ് അവിടെ ചെല്ലുമ്പോഴാണ് സർപ്രൈസ് ആണെന്നുള്ളത്. സത്യം പറഞ്ഞ സർപ്രൈസ് ആയിരുന്നു. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. സാധാരണഗതിയിൽ അത് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു സാധനം ഇങ്ങനത്തെ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ഇനി ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഒരു കാര്യം നടന്നപ്പം അത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. പക്ഷേ ഈ വീഡിയോയിൽ എൻ്റെ മുഖത്ത് അത്രത്തോളം സർപ്രൈസ് കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതെന്താണെന്നറിയോ, ഞാൻ കംപ്ലീറ്റ്ലി കിളി പോയിരിക്കുകയായിരുന്നു. എനിക്ക് അത്രയ്ക്ക് എനിക്ക് മനസ്സിലാവാതെ പോയത് എന്നുള്ളതൊക്കെ എനിക്കറിയില്ല. ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ കാണുന്നുണ്ട് ആശേച്ചി എല്ലാവരും ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ടിരിക്കുന്നു. അപ്പോൾ
വൈഗ പറയുന്നുണ്ട് എല്ലാവരും ഇന്ന് ഗ്രീൻ കളർ ഡ്രസ്സാണല്ലോ. കാരണം വൈഗയ്ക്ക് അറിയില്ലായിരുന്നു അത്, വൈഗയോട് പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം വൈഗയുടെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സ്ലിപ്പായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ വൈഗയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈഗയാണ് എന്നോട് പറഞ്ഞ ആശാൻ്റെയൊക്കെ എല്ലാവരും ഇതാ ഗ്രീൻ കളർ ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നു. അപ്പം നോക്കുമ്പം സജീഷ് ഏട്ടൻ വൈറ്റ് ഷർട്ട്, കുട്ടികളൊക്കെ ഗ്രീന്, ആശേച്ചി ഗ്രീൻ ഡ്രസ്സൊക്കെ ഇട്ട് റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒട്ടും അതെന്താ ഞാൻ ചിന്തിക്കാഞ്ഞെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കറിയാമായിരുന്നു എൻ്റെ ബേബി ഷവർ നടത്താനിരുന്നിരുന്നതാണ്, അത് ക്യാൻസൽ ചെയ്തതാണ്. അന്ന് പ്ലാൻ ചെയ്തിരുന്ന ഗ്രീൻ കളറായിരുന്നു തീം എന്ന്. അത് നടക്കാതെ വന്നപ്പോൾ എൻ്റെ അടുത്ത് ഏട്ടൻ പറഞ്ഞിരുന്നു. ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിട്ടും എന്തുകൊണ്ടോ അപ്പോൾ എനിക്ക് ഒട്ടും ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അങ്ങനെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സർപ്രൈസ് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എല്ലാവർക്കും താങ്ക് യു. എല്ലാ ഡെക്കറേഷൻസ്, ഫുഡ്, ഏട്ടനാണെങ്കിലും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇവർ നേരത്തെ പോയി. സജീഷ് ഏട്ടനും ഏട്ടനും അഭിലാഷ് ഏട്ടനും കൂടെ പോയി നേരത്തെ പോയി റെസ്റ്റോറൻറ്റിലെ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് ഏതാണ് ഓർഡർ ചെയ്യേണ്ടതെന്നൊക്കെ കൺഫേം ചെയ്ത് ഇതൊക്കെ നേരത്തെ തന്നെ സംഭവിച്ചിരുന്ന കാര്യങ്ങൾ. ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്താ പറയുക, എല്ലാ എൻ്റെ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. അപ്പം ഇന്ന് ബേബി ഷവറിൻ്റെ കുറച്ച് വിഷ്വൽസ്, കാരണം ഞാൻ എൻ്റെ ബേബി ഷവർ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് വീഡിയോസ് ഒന്നും റെക്കോർഡ് ചെയ്യാനുള്ള പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സൊക്കെ എടുത്ത വീഡിയോസിൻ്റെ മുറി വീഡിയോസ് എല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഇന്നത്തെ വ്ളോഗ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് വീഡിയോ എന്നൊന്നും പറയാനില്ല, കാരണം അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കിട്ടിയ എല്ലാവരും തന്ന വീഡിയോസ് എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ വ്ളോഗ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം അത് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് മുമ്പ് ആദ്യം തന്നെ ഞാനിത് പറയുന്നുണ്ട്, ആ ചേച്ചി ഫുഡ് കഴിക്കാൻ വിളിച്ചു. അത് ഞാൻ എന്തുകൊണ്ടോ റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്നു, വെറുതെ ഇരുന്നുകൊണ്ട് ഞാനതിങ്ങനെ വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചു. ആ ചേച്ചി വിളിച്ചു, നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുക, അവിടെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അത് ഞാൻ ഇതിനൊപ്പം ചേർക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ ഞങ്ങൾ ഒരു ഡിന്നറിന് വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ആശേച്ചി ഉണ്ടാവും. ആശേച്ചി അങ്ങനെ വിളിച്ചു ഡിന്നറിന് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് ഇന്നും വീണ്ടും പോകുന്നത് കേട്ടോ. അപ്പം ആശേച്ചിക്ക് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഇന്ന് പുതിയൊരു റെസ്റ്റോറൻറ്റാണ്, ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ്. പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുക. വേറെ ആരും ഇല്ലാന്ന് തോന്നുന്നു. പ്രീതിക്കൊക്കെ എന്തോ ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ അവർ തിരക്ക്, ലക്സേച്ചിയൊക്കെ തിരക്കുക. അപ്പം ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് ഡിന്നർ കഴിച്ചിട്ട് വരും, അതാണ് പ്ലാൻ. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഷൂട്ട് ചെയ്തിട്ട് കാണിക്കാം. അതുകൊണ്ട് ഞാൻ ഒരുക്കി വരുന്നത്. ഇന്നലെ ഞാൻ ചുരിദാറൊക്കെ ഇട്ട് വരാനുള്ള കാരണം അങ്ങനെ ഇവളെങ്ങാനും വീഡിയോ എടുത്ത് ചേച്ചി എല്ലാരും ഗ്രീൻ സർപ്രൈസ് ആയ സർപ്രൈസ് ആയിരുന്നു. സോറി കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറച്ച് കൂടുതലായിരുന്നതുകൊണ്ട് ഓഡിയോ അത്ര ക്ലിയർ ആയിരിക്കില്ല. ദാ ഈ കാണുന്നതാണ് പേൾ. അധികം എൻ്റെ വീഡിയോസിലൊന്നും കാണാൻ സാധ്യതയില്ലാത്ത ഒരാൾ. എന്നെ സർപ്രൈസ്ഡ് ആക്കിയതിൻ്റെ കൃതാർത്ഥത അവിടെയുള്ള ഓരോരുത്തരുടെയും മുഖത്തും ഉണ്ടായിരുന്നു. ഞാനാണെങ്കിലോ 2-3 കിളി എങ്ങോട്ടോ പറന്നുപോയ അവസ്ഥയിലും. അവർക്കൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. പ്ലാൻ ചെയ്ത പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം. അന്ന് എല്ലാം സെറ്റായിരുന്നപ്പോഴാണ് എല്ലാം കൂടി ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അന്ന് ഇവരെല്ലാവരും ഒരേപോലെയുള്ള ഡ്രസ്സ് പോലും ഓർഡർ ചെയ്തിരുന്നു. പരിപാടിയൊക്കെ ക്യാൻസലായപ്പോൾ അതൊക്കെ റിട്ടേൺ ചെയ്യേണ്ടി വന്നു. എങ്കിലും പെട്ടെന്ന് 2 ദിവസം കൊണ്ട് ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് നടത്തുന്നത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ഇത് തന്നെ നടന്നാൽ നടന്നു എന്നുള്ള ഐഡിയയിലായിരുന്നു. കാരണം 3-4 ദിവസം കൂടിയേ ഡെലിവറിക്ക് ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അതിനു മുമ്പ് ഡെലിവറി ആകുമോ എന്ന് പോലും അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ടെൻഷനായിരുന്നു. ഇത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇനി ഇതുകൂടി നടക്കാതെ പോകുമോ എന്നുള്ള ടെൻഷൻ.
സാധാരണ ജെൻഡർ അനുസരിച്ചായിരിക്കും കളർ തീമൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക. ബോയ് ആണെങ്കിൽ ബ്ലൂവും ഗേൾ ആണെങ്കിൽ പിങ്കും അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക. പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ജെൻഡർ അറിയില്ല എന്നതുകൊണ്ട് തന്നെ വൈറ്റും ഗ്രീനും ആയിട്ടൊരു കളർ തീമായിരുന്നു അവർ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെയും വൈകിയുടെയും ഔട്ട്ഫിറ്റും പ്രോപ്സും ഒക്കെ ഇവരെല്ലാവരും കൂടെ തന്നെ വാങ്ങി തന്നതാണ് കേട്ടോ. വൈകിക്ക് ബിഗ് സിസ്റ്റർ എന്ന് എഴുതിയൊരു ബാഡ്ജൊക്കെ അവരെല്ലാവരും കൂടെ കൊടുത്തിരുന്നേ. അവൾക്ക് എന്തോ അവാർഡ് കിട്ടിയ സന്തോഷമായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അവളുടെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പാണിത്. എല്ലാ സന്തോഷ നിമിഷങ്ങളിലും ഒരു നെടുവീർപ്പോടെ ഞാൻ അവനെ ഓർമ്മിക്കും, ഞങ്ങളുടെ വിശ്വയെ. Well executed. So anyway. മോൻ കുറച്ച് ക്രാങ്കി ആയിരുന്നത് കൊണ്ട് തന്നെ പേളും ബേസിലേട്ടനും നേരത്തെ തന്നെ ബൈ പറഞ്ഞു പോയി കേട്ടോ. ഇവർക്ക് പ്രത്യേകം താങ്ക്സ് പറയാതെ പോകാൻ പറ്റില്ല. വലിയ ആൾക്കൂട്ടങ്ങളിലും ഗെറ്റുഗതറുകളിലുമൊന്നും ഇവരെ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ എനിക്കും ഏട്ടനും എന്ത് കാര്യമുണ്ടെങ്കിലും അവരവിടെ ഉണ്ടാവും, ഞങ്ങളുടെ സ്പെഷ്യൽ ഫ്രണ്ട്സ്. അല്ലെങ്കിൽ ബേബി ഷവർ എന്ന് ഇതിനെ പറയാൻ പറ്റില്ല കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്നറിയോ, ഈ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ മാത്രമാണ് ബേബി ഷവർ എന്ന് പറയാറുള്ളത്. സെക്കൻഡും തേർഡും ഒക്കെ പ്രഗ്നൻസി ആകുമ്പോൾ ബേബി സ്പ്രിങ്കിൾ എന്നാണ് പറയാറുള്ളത്. ബേബി ഷവർ എന്ന് പറയത്തില്ല, ബേബി സ്പ്രിങ്കിൾ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഫങ്ഷൻ സെയിം ആണ്, സെയിം സെലിബ്രേഷനും സെയിം ആക്ടിവിറ്റീസും ഒക്കെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. പക്ഷേ ബേബി സ്പ്രിങ്കിൾ എന്നാണ് പറയാറുള്ളത്. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗെയിംസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. യൂഷ്വലി ബേബി ഷവറിന് ഗെയിംസും അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളുണ്ടാകും. പക്ഷേ എൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ, പിന്നെ അല്ലെങ്കിൽ തന്നെ അതൊരു വലിയൊരു സെലിബ്രേഷൻ ആക്കാൻ നമുക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനെ ഗെയിംസും അങ്ങനത്തെ വലിയ പരിപാടികളൊന്നും ഇത്തവണ ചെയ്തില്ല. പക്ഷേ എങ്കിലും വളരെ എന്താ പറയുക, ചെറിയ സ്വീറ്റായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. എനിക്ക് എപ്പോഴും എന്താ പറയുക, ഒരു കോർ മെമ്മറി ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന കാര്യങ്ങളാണല്ലോ ഇങ്ങനത്തെ സെലിബ്രേഷൻസൊക്കെ. അപ്പം എൻ്റെ കോർ മെമ്മറിയിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു അത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.